ആയിട്ട് കൂടി വന്ന് നമ്മൾ ദൈവാത്മാവ് എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് ആരാണ്? നമ്മുടെ കർത്താവ് യേശു രക്ഷകനാണല്ലേ. പിതാവായ ദൈവം ആമേൻ രക്ഷകൻ. അവൻ്റെ പേര് രക്ഷകൻ. അവൻ്റെ പേരിൻ്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. അവൻ്റെ പുത്രനായ ക്രിസ്തയേശുവിൻ്റെ പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആമേൻ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും എല്ലാം വിടുവിക്കുന്നവൻ എന്നുള്ളതാകുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷയുടെ ആമേൻ വെളിച്ചത്തിലാണ് ആമേൻ നമ്മളിന്ന് പകൽക്കാലത്തിൽ ഇവിടെ കടന്നവരുടെ തീർന്നത്. ദൈവസന്നിധിയിൽ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചാൽ രക്ഷയുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ്. അങ്ങനെ വിശ്വസിക്കുന്നൊരു കൂട്ടമാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. നമ്മളെല്ലാവരും ഓരോ നിമിഷവും രക്ഷയ്ക്കായിട്ട് ഓടുന്നു അല്ലേ? രക്ഷ ആഗ്രഹിക്കുന്നു അല്ലേ? എത്ര പേര് രക്ഷയെ ആഗ്രഹിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ശിക്ഷയ്ക്കായിട്ടല്ല, രക്ഷയ്ക്കായിട്ട് തന്നെയാണ് ഓടുന്നത്. പ്രൈസ് ദി ലോർഡ്. എല്ലാ നിലവാരത്തിലും നമ്മൾ രക്ഷപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ നോക്കിയാൽ പ്രൈസ് ദി ലോർഡ് ബോസിമാവാസികൾ മുഴുവനും ആമേൻ ഓരോരുത്തരും താന്താൻ്റെ വഴികളിൽ രക്ഷയ്ക്കായി ഓടുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലത്തിൽ നമ്മൾ ഓരോരുത്തരും രക്ഷയ്ക്കായിട്ടാണ് കൂടി വന്നിരിക്കുന്നത്. നമ്മുടെ കർത്താവ് രക്ഷിതാവാണ്. ആമേൻ. ആയതുകൊണ്ടാണ് നമ്മൾ ആ രക്ഷയുടെ മറവിൽ, ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷയുടെ മറവിൽ നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകത്തിൽ നോക്കിയ ലോകക്കാർക്ക് എല്ലാവർക്കും രക്ഷപ്പെടണം. അതിന് ഓരോ വഴികൾ ഓരോരുത്തരും തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ആമേൻ. അനേക ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്, രക്ഷപ്പെടണം. അനേക വഴികൾ തിരഞ്ഞെടുക്കുന്നുണ്ട്, അവർക്ക് രക്ഷപ്പെടണം. ആമേൻ. മറ്റു ചിലര് ആമേൻ അനേക ദേവന്മാരെ അനുഗമിക്കുന്നുണ്ട്, അവർക്കെല്ലാം രക്ഷപ്പെടണം. നമ്മൾ നമ്മുടെ ദൈവത്തെ, നമ്മുടെ കർത്താവായ യേശുവിനെ വന്നവരാണ്. കർത്താവായ യേശുവിലൂടെയുള്ള രക്ഷയെ നമ്മൾ പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാവരും രക്ഷയ്ക്കായി കടന്നു വന്നിരിക്കുന്നു. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. എന്ന പകൽക്കാലത്തിൽ ഞാൻ ഇന്ന് ചിന്താവിഷയമായി ഇന്നത്തെ പകൽക്കാലത്തിൽ ദൈവങ്ങളുടെ മുമ്പിൽ കൈമാറുവാൻ ആഗ്രഹിക്കുന്നത് രക്ഷാമാർഗം എന്നുള്ളതിനെ കുറിച്ചാകുന്നു. പ്രൈസ് ദി ലോർഡ്. രക്ഷാമാർഗം, അത് യേശുവിൻ്റെ മാർഗമാണ്. രക്ഷാമാർഗം. കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ അവൻ രക്ഷിക്കപ്പെടും അല്ലേ? കർത്താവായ യേശുവിലൂടെ രക്ഷയുണ്ട്. കർത്താവായ യേശുവിലൂടെ വിടുതലുണ്ട്. കർത്താവായ യേശുവിലൂടെ സൗഖ്യമുണ്ട്, സമാധാനമുണ്ട്. ഈ ലോകത്തിലും പരലോകത്തിൽ നിത്യരക്ഷ യേശുവിലൂടെ ഉണ്ട്. എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നാകുന്ന ദൈവത്തിൻ്റെ വചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മളൊന്ന് പകൽക്കാലത്തിൽ വായിക്കുമ്പോൾ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ അതിൽ കടന്നു നോക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ അതിൻ്റെ 1-2 വചനം വായിക്കുമ്പോൾ അവിടെ ദൈവാത്മാവ് സംസാരിച്ച് തുടങ്ങുന്നത് ഇപ്രകാരമുള്ള ഒരു ആലോചന ദൈവാത്മാവ് ഇന്നലെ രാത്രി എനിക്ക് നൽകിയതാണ്, ദൈവസഭയിൽ കൈമാറുവാൻ വേണ്ടി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-2 വായിക്കുമ്പോൾ അവിടെ ആമേൻ ദൈവം എന്ന കർത്താവ് രക്ഷകനാകുന്ന, ലോകത്തിൻ്റെ രക്ഷകനാകുന്ന കർത്താവ് ആമേൻ തൻ്റെ ആമേൻ തൻ്റെ ജനത്തിന് അധിപതിയായിരുന്ന ഹല്ലേലൂയ രാജാക്കന്മാരോട് സംസാരിക്കുന്ന ആമേൻ രാജാക്കന്മാരുടെ വാഴ്ചയുടെ കാലഘട്ടങ്ങളിൽ യെശയ്യാ പ്രവാചകന് ഉണ്ടായ അരുളപ്പാടുകളെയാണ് അവിടെ 1-ാമത് എഴുതിയിരിക്കുന്നത്. അതൊന്ന് വായിച്ചാലും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-2 വചനങ്ങൾ. ആമോസിന്റെ മകനായ യെശയ്യാവ് ആമോസ് യഹൂദ രാജാക്കന്മാരായ ഉസിയാവ്, യോഥാം, ആഹാസ്, യെഹെസ്കിയാവ് എന്നിവരുടെ കാലത്ത്
യഹൂദയെയും യെരുശലേമിനെയും പറ്റി ദർശിച്ച ദർശനം. മതി. അവിടെ എഴുതിയിരിക്കുന്നത് യഹൂദ രാജാക്കന്മാരായ 4 രാജാക്കന്മാരുടെ കാലത്ത് യെശയ്യാ പ്രവാചകനുണ്ടായ അരുളപ്പാടാണ്. യെരുശലേമിനെയും യഹൂദയെയും പറ്റി ദർശിച്ച ദർശനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ നല്ല നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പകൽക്കാലത്തിൽ ദൈവസന്നിധിയിൽ കൂടി വന്ന മുഴുവൻ പേരെയും ഞാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം പറയുന്നു. അതോടുകൂടി എൻ്റെ സ്നേഹവന്ദനത്തെ നിങ്ങളുടെ നടുവിൽ ഞാൻ അറിയിക്കുകയാണ്. ഹല്ലേലൂയ. സന്തോഷത്തോടു കൂടി എത്ര പേരുണ്ട്? ഹല്ലേലൂയ. സന്തോഷത്തോടു കൂടിയാണ് നമ്മളായിരിക്കുന്നത്. ഇവിടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ ദൈവം അന്ന് കർത്താവ് തൻ്റെ സഭയോട് സംസാരിക്കുന്നത് ആകുന്നു ഇവിടെ നമ്മൾ കാണുവാൻ കഴിയുന്നത്. ആമേൻ. ആമേൻ. ഇപ്പോൾ ഇവിടെ പറയുന്നത് ആമേൻ 4 രാജാക്കന്മാർ ആരാണ്? ദർശനം ഉസിയ രാജാവായ യോഥാം, ആഹാസ്, യെഹിസ്കിയാവ് എന്നിവരുടെ കാലത്ത് യഹൂദയെ യെരുശലേമിനെ പറ്റി ദർശിച്ച ദർശനം. ആമേൻ. മതി. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ യെശയ്യാവിനുണ്ടായ ദർശനമാണ്, അരുളപ്പാടാണ്. യഹൂദ രാജാക്കന്മാരാകുന്ന 4 രാജാക്കന്മാരുടെ കാലത്തിൽ യെരുശലേമിനെ പറ്റിയും യഹൂദയെ പറ്റിയും ആകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതിന്റെ 2ാമത്തെ വചനം വായിച്ചാലും ആകാശമേ കേൾക്ക. അവിടെ പറയുന്നത് ദൈവം പറയുന്ന കാര്യമാണ്. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനനെയും യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. ഇസ്രായേലോ അറിയുന്നില്ല. എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. ആമേൻ. അവിടെ 4 രാജാക്കന്മാരുടെ കാലത്തില് ആമേൻ ദൈവം യെരുശലേമിനെയും യഹൂദയെയും പറ്റി ദർശിച്ചിരിക്കുന്ന ദർശനമാണ് ആമേൻ യെശയ്യാ പ്രവാചകനിലൂടെ ഇപ്രകാരം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതൊരു രാജാക്കന്മാരുടെ കാലമായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഈ 4 രാജാക്കന്മാരുടെ കാലത്ത് യെരുശലേമിനെ പറ്റി ദർശിച്ചതാകുന്നു. ഹല്ലേലൂയ. ഈ രാജാക്കന്മാരുടെ കാലം ഹല്ലേലൂയ ദൈവത്തിനും ജനത്തിനും ദോഷമുള്ളതെന്ന് ദൈവം പറയുന്നതായി അവിടെ താഴെ കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഈ 4 രാജാക്കന്മാര് യെരുശലേമിനെയും യഹൂദയെയും വാഴുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ ദേശത്തെ ഒക്കെയും ഭരിക്കുന്നതായി കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ ഇപ്രകാരമുള്ള ഒരു സന്ദേശം ഞാൻ തിരഞ്ഞെടുത്തതിനുള്ള കാരണം എന്ന് ചോദിച്ചാൽ ഇതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാകുന്നു ചില നാളുകളായി നമ്മൾ ചിന്തിച്ചു വരുന്നത്. സ്തോത്രം. അതിൻ്റെ നടുവിൽ ആമേൻ ഇന്ന് പകൽക്കാലത്തിൽ മറ്റൊരു ചിന്താവിഷയം ആണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ദൈവാത്മാവ് എനിക്ക് നൽകി തന്നത് ഇപ്രകാരമാകുന്നു. ഇതിനെയാകുന്നു ദൈവസഭയിൽ ഇപ്രകാരമുള്ള ആലോചനയെ കൈമാറുവാൻ വേണ്ടി ദൈവമെന്ന കർത്താവ് എന്നോട് പറയേണ്ടത് തീർന്നു. ആയതുകൊണ്ടാകുന്നു ഈ വചനത്തെ ഞാൻ എടുക്കുകയും അതിലൂടെ ആമേൻ ദൈവാത്മാവ് പറയുന്ന ആലോചനകളെ ഞാൻ നോട്ട് ചെയ്യുവാനിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ പ്രാരംഭത്തിൽ ചിന്തിച്ചു രക്ഷാമാർഗം. ആമേൻ എന്ന് രക്ഷയുടെ മാർഗം. നമ്മൾ ഈ വചനം ഇന്ന് പകൽക്കാലത്തിൽ നമ്മൾ എല്ലാവരും കേട്ടിരിക്കേണ്ട ഒരു സന്ദേശമാണ്. ഹല്ലേലൂയ. ഈ രക്ഷയുടെ മാർഗം ഇന്ന് ലോകത്തിൽ നോക്കിയാൽ ആമേൻ സ്തോത്രം രക്ഷയുടെ നമ്മൾ മാർഗത്തിലാണെങ്കിൽ തന്നെയും ആമേൻ ഈ മാർഗം അത്ര വലിയ ശുഭകരമായിട്ട് പോകുന്നതായിട്ട് ദൈവം കാണുന്നില്ല. ഈ മാർഗം ദോഷത്തിലൂടെ കടന്നു പോകുന്നതായിട്ട് ദൈവാത്മാവ് കാണുകയാണ്. അതുകൊണ്ടാകുന്നു ഈ 4 രാജാക്കന്മാരുടെ കാലത്ത് ദൈവത്തിന് പറയാനുള്ളത് തൻ്റെ ജനത്തോടും തൻ്റെ നടത്തിപ്പ് തന്നെ അനുഗമിക്കുന്ന ആമേൻ രാജാക്കന്മാരോട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്.
ആമേൻ. ഞാൻ അപ്പോഴാണ് രണ്ടാമത്തെ വചനത്തോട് വായിച്ചത്. ആമേൻ. അവിടെ ദൈവം പറയുന്നത് എന്താണ്? 2 മുതൽ ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവർ എന്നോട് മത്സരിക്കുന്നു. ഇസ്രായേൽ ഗോത്രത്തെ കുറിച്ച് പറയുന്നത് ഒരു മത്സരഗ്രഹവും എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഭൂമിയിലുള്ള സകലതും ദൈവത്തെ അനുസരിക്കുന്നുണ്ട്, ദൈവത്തോട് മത്സരിക്കുന്നില്ല, മറുതലിക്കുന്നില്ല. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഭൂമിയിലും ഭൂതലത്തിലും സൂര്യൻ മത്സരിക്കും, ചന്ദ്രൻ മത്സരിക്കുന്നില്ല, നക്ഷത്രങ്ങളൊന്നും മത്സരിക്കുന്നില്ല. ആമേൻ. പ്രപഞ്ചത്തിലൊന്നും ഉള്ള കർത്താവ് സൃഷ്ടിച്ചത് ഒന്നും ദൈവത്തോട് മത്സരിക്കുന്നില്ല. ആമേൻ. മൃഗാദികൾ, പർവ്വജാതികൾ, ആമേൻ, സസ്യലതാദികൾ, ഇതുവയൊന്നും ദൈവത്തോട് മത്സരിക്കുന്നില്ല. ദൈവത്തിന് ആമേൻ ദൈവത്തെ അനുസരിച്ച് പോകുകയാണ്. ഹല്ലേലൂയ. അതിൻ്റെ നടുവിലാണ് പ്രൈസ് ദി ലോർഡ് ഇവിടെ ഇവിടെ യെരൂശലേമിനെയും യഹൂദയെയും വാഴുന്ന ആമേൻ 4 രാജാക്കന്മാരുടെ കാലത്ത് ആമേൻ ഉണ്ടായിരിക്കുന്ന ആമേൻ മാർഗത്തെക്കുറിച്ച് ദൈവാത്മാവ് പറയുന്നത്. ആമേൻ. അവരോട് പറഞ്ഞാൽ ആമേൻ രാജാക്കന്മാരോട് പറഞ്ഞാൽ രാജാക്കന്മാർ കേൾക്കണമെന്നില്ല. ആമേൻ. രാജാക്കന്മാർ ലോകപ്രകാരമാണ് രാജാക്കന്മാർ നിൽക്കുന്നത്, അതുകൊണ്ട് അവർ കേൾക്കണമെന്നില്ല. അതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ദൈവം വിളിച്ച് പറയുന്നത് ആരുടേത്? ആകാശമേ കേൾക്കുക. ആകാശത്തോട് പറയുകയാണ്, ഭൂമിയെ ചെവി തരിക. മനുഷ്യൻ കേൾക്കില്ല, എന്തായാലും രാജാക്കന്മാർ കേൾക്കത്തില്ല. അതുകൊണ്ട് ആമേൻ ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവർ എന്നോട് മത്സരിക്കുന്നു. കാളതൻ്റെ ഉടയവനെയും കഴുതൻ്റെ യജമാൻ്റെ പുൽത്തൊട്ടി അറിയുന്നു. മൃഗാദികളൊക്കെ അവരെ പുൽത്തൊട്ടി യജമാനെ അറിയുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇസ്രായേലും അറിയുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തിനൊരു മാർഗമുണ്ട് കേട്ടോ. അതാണ് രക്ഷയുടെ മാർഗം. അത് ന്യായമായുള്ളതും ന്യായമായ ഒരു വിധിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ വിധി കേൾക്കണമെങ്കിൽ ഇവിടെ പോകണം. ഒരു വിധി, ഈ ലോകപ്രകാരം ഒരു വിധിക്കായി നമ്മൾ എവിടെ പോകുന്നു? കോടതിയിൽ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു വിധി ഉണ്ടാകണമെങ്കിൽ ഹല്ലേലൂയ ഈ ലോകപ്രകാരം നമുക്ക് നമുക്ക് ഒരു വിധി ഉണ്ടാക്കുന്നത് ലോകപ്രകാരം കോടതിയിൽ നിന്ന്, ലോകത്തിൻ്റെ കോടതിയിൽ നിന്ന്. എന്നാൽ നമ്മുടെ ദൈവം കർത്താവ് സർവത്തിൻ്റെയും ന്യായാധിപതിയാണ്. ഹല്ലേലൂയ. ആമേൻ. ആ ന്യായാധിപതിയാകുന്നു അവൻ്റെ മാർഗത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. 2 തരത്തിലുള്ള മാർഗങ്ങളുണ്ട്. ഒന്ന് ആമേൻ ഇവിടെ കർത്താവായ നമ്മുടെ യേശുവിൻ്റെ മാർഗം. ഹല്ലേലൂയ. ഒന്നിവിടെ ഒരു മാർഗം എന്ന് പറയുന്നത്, ഒന്ന് നന്മയുടെ മാർഗം, 2 തിന്മയുടെ മാർഗം. ആമേൻ. നന്മയുടെ മാർഗം കർത്താവിൻ്റെ മാർഗമാണ്. ആമേൻ. ഹല്ലേലൂയ. ലോകത്തിൻ്റെ മാർഗമല്ല ദൈവത്തിൻ്റെ മാർഗം. ദൈവത്തിൻ്റെ മാർഗം ആമേൻ നന്മയുടെ മാർഗമാണ്. ആ നന്മയുടെ മാർഗത്തിൽ തൻ്റെ ജനം, തൻ്റെ രാജാക്കൻ, തന്നെ സേവിക്കുന്നവരൊക്കെയും നടക്കണമെന്ന് ദൈവം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ഒരു ചിന്തിച്ചു നിനവേക്കുറിച്ച്. ആമേൻ. നിനവേ പട്ടണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. നിനവേ പട്ടണത്തെക്കുറിച്ച്, നിനവേ വാസികളെയും കുറിച്ച് ചിന്തിച്ചു. ആ നിനവേ പട്ടണത്തിലെ ആമേൻ 1,00,000 ചില്ലുവാനം പേര് അവിടെ ദൈവത്തിൻ്റെ ജനമുണ്ട്. ദൈവത്തിനുള്ള ജനം അവിടെ ഉണ്ട്. 1,20,000 പേര്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ നിനവേ പട്ടണത്തിലുള്ള 20,000 പേരും പ്രൈസ് ദി ലോർഡ് ലോകത്തിൻ്റെ മാർഗികളായിരുന്നു, ദൈവിക മാർഗക്കാരല്ല. ലോകപ്രകാരം ആമേൻ ഹല്ലേലൂയ ദൈവത്തെ ലോകപ്രകാരം ആരാധന ഉണ്ടാന്ന് ചോദിച്ചാൽ ആരാധനയുണ്ട് അവിടെ. ലോകപ്രകാരമായിരുന്നവർ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവിടെ ലോകപ്രകാരമുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഒക്കെയും നടത്തി വന്ന ആമേൻ രാജാക്കന്മാരെ പോലെ, ആമേൻ രാജാക്കന്മാരുടെ അടിസ്ഥാന ആചാരം പോലെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നവരോട് ആകുന്നു. അങ്ങനെയുള്ള ലോകപ്രകാരം മുൻപോട്ട് പോകുകയാണെങ്കിൽ ആമേൻ എല്ലാവരും നശിച്ചു പോകാനിടയെത്തിരും. ലോകപ്രകാരം
എന്നാൽ ദൈവവിധ പ്രകാരം ആമേൻ മുൻപോട്ട് പോകണം ദൈവം ആഗ്രഹിച്ചിട്ടാകുന്നു. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഹല്ലേലൂയ സ്തോത്രം, നിനവേ പട്ടണത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും രക്ഷിപ്പാൻ വേണ്ടിയാകുന്നു കർത്താവ് ഹല്ലേലൂയ യോനയെ അവിടെ അയപ്പാനിടയെത്തുന്നത്. എന്നാൽ യോനയുടെ പ്രസംഗം കേട്ട ഹല്ലേലൂയ ആമേൻ മുഴുവൻ പേരും ആമേൻ യോനയുടെ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെടുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. യോനയുടെ പ്രസംഗം കേട്ട് ആ ദേശവാസികൾ, ആ പട്ടണ നിവാസികൾ മുഴുവനും 1,20,000 പേരും തങ്ങളുടെ ദുർമാർഗങ്ങളും സാഹസങ്ങളും എല്ലാം വിട്ട് അവര് രക്ഷിക്കപ്പെടുവാനിടയിൽ തീർന്നു. അവിടെ അവർ വിട്ടത് സാഹസവും ദുർമാർഗവും. ഹല്ലേലൂയ. സാഹസവും ദുർമാർഗവും വിട്ടവര്. ദൈവത്തിന്റെ മാർഗം ദുർമാർഗമാണോ? അല്ല. ഹല്ലേലൂയ. ന്യായോന്നീതിയാണ് ദൈവത്തിന്റെ മാർഗം. ന്യായാധിപന്മാരുടെ കാലം വരെ ആ മാർഗം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പിന്നെ രാജാക്കന്മാരുടെ കാലമായി. ഈ രാജാക്കന്മാരുടെ കാലത്തെക്കുറിച്ചാണ് ഈ വചനങ്ങൾ പറയുന്നത്. യെരൂശലേമിലും യഹൂദയിലും വാണിരുന്ന 4 രാജാക്കന്മാരുടെ കാലത്ത് ദൈവം തന്നെ സേവിക്കുന്നവരോടും തൻ്റെ ജനത്തോടും വിളിച്ചു പറയുന്ന കാര്യമാണിത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നിനവേ പട്ടണത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നിനവേ വാസികൾ അവരുടെ സാഹസവും ദുർമാർഗവും വിടുവാനിടയിൽ തീർന്നു. ദുർമാർഗം ദൈവത്തിന് യോജിച്ചതല്ല. ദുർമാർഗം ലോകപ്രകാരമുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെയും അനുഷ്ഠിച്ച് മുൻപോട്ട് പോകുന്നതാണ് ദുർമാർഗം. ആ മാർഗത്തിൽ പോയാൽ ആരും രക്ഷപ്പെടത്തില്ല ആരും. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ മാർഗങ്ങൾ ദുർമാർഗം വിട്ട് സന്മാർഗത്തിലേക്ക്, നന്മയുടെ മാർഗത്തിലേക്ക്, ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക്, കർത്താവിൻ്റെ മാർഗത്തിലേക്ക് നമ്മൾ പെന്തക്കോസ്തുകാർ ഹല്ലേലൂയ ഇതൊരു മാർഗമെന്നാണ്, ഇതൊരു മതമല്ല. പെന്തക്കോസ് വിശ്വാസികൾ ക്രിസ്തീയ മാർഗം അനുഷ്ഠിക്കുന്നവരെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇതിന്റെ അകത്ത് തന്നെ ഉണ്ട് ഹല്ലേലൂയ ദുർമാർഗമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് പറയുന്നത് നമ്മൾ സന്മാർഗത്തിലേക്ക് വരണം. ദൈവത്തിന്റെ അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന മാർഗത്തിലേക്ക് വന്നാൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ എന്നാണ് ദൈവവചനം പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. രക്ഷപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മൾ കർത്താവിനെ അനുഗമിക്കണം. എന്നാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1:9 മുതൽ വായിച്ചാട്ടെ. 9-10 വചനം. സൈന്യങ്ങളുടെ യഹോവ നമുക്ക് താല്പര്യമായ അത്യല്പമായൊരു ശേഷിപ്പ് വച്ചിരിക്കുന്നില്ലെങ്കിൽ നാം സോദോം പോലെയും ആകുമായിരുന്നു, ഗോമോറയ്ക്ക് സദൃശമാകുമായിരുന്നു. അവിടെ മതി. പ്രൈസ് ദി ലോർഡ്. അവിടെ വായിക്കുന്നത് യെശയ്യാ പ്രവാചകൻ 1:9-10 വചനം വായിക്കുമ്പോൾ എന്താ വായിച്ചത്? സൈന്യങ്ങളുടെ യഹോവ അത്യല്പമായ ഒരു ശേഷിപ്പ് വച്ചിരുന്നില്ല എങ്കിൽ നാം സോദോമിനെ പോലെയും ഗോമോറയെ പോലെയും ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ യെശയ്യാ പ്രവാചകനിലൂടെ പറയുന്നത് നമ്മുടെ കർത്താവ്, നമ്മുടെ സൈന്യങ്ങളുടെ യഹോവ പിതാവായ ദൈവം അത്യല്പമായൊരു ശേഷിപ്പ് വച്ചിരുന്നില്ലെങ്കിൽ നമ്മൾ സോദോമിനെ പോലും ഗോമോറയെ പോലെ തീരുമായിരുന്നു. എന്ന് പറഞ്ഞാൽ സോദോമിന്റെയും ഗോമോറയെ അവസ്ഥ നമുക്കറിയാമല്ലോ. ദൈവം തീ കൊണ്ട് നശിപ്പിച്ചൊരു പട്ടണമാണ് സോദോം ഗോമോറ പട്ടണം. ഹല്ലേലൂയ. എന്നാൽ ദൈവം കൃപയാൽ ഈ കാലഘട്ടത്തെ നമ്മളെ വച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ രാജാക്കന്മാരെയും വച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. കൃപയുടെ കാലത്തിലേക്ക് കൃപയിൽ ആശ്രയിക്കണമെന്ന് രാജാക്കന്മാർ കൃപയിൽ ആശ്രയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ രാജാക്കന്മാരുടെ ഇതം പോലെ രാജാക്കന്മാരുടെ ലോകപ്രകാരം പോയാൽ സോദോമിനെ പോലെയും ഗോമോറയെ പോലെയും ദൈവം നശിപ്പിക്കാനിടയിൽ തീരും. സോദോമിന്റെ അധിപതികളെയും ഗോമോറയുടെ അധിപതികളെയും ദൈവം നശിപ്പിച്ചതിന്റെ കാരണമെന്ന് പറയുന്നത് ദൈവികത പ്രകാരമല്ല, ദൈവിക മാർഗപ്രകാരമല്ല, ലോക അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് അവർ മുൻപോട്ട് പോയൊരു ഹല്ലേലൂയ
തലമുറ എന്ന് കാണുവാൻ കഴിയും. ഇവിടെ സോദോമിനെയും ഗോമോറയെയും അവരുടെ ദോഷനിമിത്തം അവരെ ദൈവം നശിപ്പിക്കാനിടയായി നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. അവരുടെ ദോഷം നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ആരൊക്കെ ഹല്ലേലൂയ ദൈവമാർഗം വിട്ട് ആമേൻ ലോകമാർഗങ്ങൾ സ്വീകരിച്ച് മുൻപോട്ട് പോകും, അവരെയൊക്കെ ദൈവം നശിപ്പിക്കും. ആമേൻ ആമേൻ ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞത് അങ്ങനെ നശിപ്പിക്കുന്നവനാണ് നമ്മൾ ദൈവം. എന്നാൽ ഭൂമിയിൽ ആരും നശിച്ചു പോകരുത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ പോലും, ഒരാത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകരുത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആയതുകൊണ്ടാണ് ദൈവം പണ്ട് ആ പഴയ കാലത്തില് ആദിമകാലത്ത് സോദോം ഗൊമോറയെ നശിപ്പിച്ചു എങ്കിലും ഹല്ലേലൂയ അത് സോദോം ഗൊമോറയെ നശിപ്പിക്കുന്നതിന് മുൻപേ ദൈവം ഹല്ലേലൂയ ദുഷ്പ്രവർത്തിക്കാരെ നോഹയുടെ കാലത്തിൽ മുഴുവൻ പേരെ നശിപ്പിച്ചു. രണ്ടാമതാണ് സോദോം ഗൊമോറയെ നശിപ്പിക്കുന്നത്, ദുർമാർഗികളെ, അവരുടെ ദുർമാർഗികളെ നശിപ്പിച്ചു. മൂന്നാമത് വരുമ്പോൾ സോദോം ആമേൻ നിനവേൽ വരുമ്പോൾ അവിടെ ദുർമാർഗികളെ അവർ മാനസാന്തരപ്പെട്ട് സൽമാർഗത്തിലേക്ക് വന്നില്ല എങ്കിൽ 40 ദിവസത്തിനകത്ത് അവരെ നശിപ്പിക്കും ദൈവം പറയാനിടയിൽ തീർന്നു. 40 ദിവസത്തിനകത്ത് ആമേൻ ദുർമാർഗികളെ അവരോട് പറഞ്ഞത് അവരുടെ ദുർമാർഗം വിട്ട് ആമേൻ ആമേൻ മാനസാന്തരപ്പെടാൻ പറഞ്ഞു. ഹല്ലേലൂയ. ദുർമാർഗങ്ങളെ വിട്ട് അങ്ങനെ അവര് ആമേൻ ദുർമാർഗങ്ങളെ വിട്ട് മാനസാന്തരപ്പെടുവാനിടയിൽ തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നാൽ സോദോം ദുർമാർഗം വിട്ട് സന്മാർഗത്തേക്ക് വന്നില്ല. പഴയ ആമേൻ നോഹയുടെ കാലത്തും ആരും വന്നില്ല എന്നാണ് പ്രൈസ് ദി ലോർഡ് ദൈവജനത്തോട് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും. ആമേൻ യഹോവയെ അന്വേഷിക്കുന്നവരോ ശക്തിപ്പെടുമെന്നാണ്. അവർ ആമേൻ എന്താ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരുമെന്നാണ്. ആമേൻ സന്മാർഗത്തിലേക്ക് വരുന്നവർ നമ്മുടെ ദുർമാർഗങ്ങളെല്ലാം വിട്ട് ഹല്ലേലൂയ ലോകപ്രകാരമുള്ള മാർഗങ്ങളെല്ലാം വിട്ട് സന്മാർഗത്തിലേക്ക് വരുമ്പോൾ ആമേൻ നമ്മൾ ആമേൻ ശക്തിയപ്പ് ദൈവത്തിന് ഹിതപ്രകാരം എന്താ പറഞ്ഞത് ആ വചനം എന്താണ് അങ്ങനെ ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും. യഹോവയെ അന്വേഷിക്കുന്നവരൊക്കെയും ഛേദിക്കപ്പെടും. ആമേൻ. അന്വേഷിക്കുന്നവരൊക്കെയും ശക്തിയെ പുതുക്കുക. അവർ ആമേൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചു ഉയരുമെന്നാണ് ദൈവവചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചതിൽ തന്നെ 1:16 വായിച്ചാട്ടെ. 16 യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ, നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എന്റെ കണ്ണിൻ മുൻപിൽ നിന്ന് നീക്കിക്കളവേൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ, നന്മ ചെയ്യുവാൻ പഠിപ്പീൻ. മതി. സ്തോത്രം. അവിടെ പിന്നെയും യെശയ്യാ പ്രവാചകൻ പറയുന്നതാണ് ആമേൻ ഇപ്രകാരമുള്ള ലോകമാർഗികളോട് പറയുന്ന കാര്യമാണ്, രാജാക്കന്മാരോട് പറയുന്ന കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ആരോടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? യെശയ്യാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആമേൻ 4 രാജാക്കന്മാർ, യെരൂശലേമിലെയും യഹൂദയെയും വാഴുന്ന രാജാക്കന്മാരോടാണ് ഈ വചനങ്ങൾ ദൈവം തൻ്റെ ദൂതനെ അയച്ച്, തൻ്റെ പ്രവാചകനെ അയച്ച് പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിൻ മുമ്പിൽ നിന്ന് നീക്കിക്കളവീൻ എന്ന് ദൈവം പറയുകയാണ്. നന്മ ആമേൻ തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ, നന്മ ചെയ്യുവാൻ പഠിപ്പീൻ. ഹല്ലേലൂയ. ആമേൻ. തിന്മ ആമേൻ ലോകത്തിൻ്റെ ലോകത്തിൻ്റെ വഴി, ലോകത്തിൻ്റെ ആചാരമാണ്. എന്നാൽ നന്മ ആമേൻ ദൈവത്തിൻ്റെ മാർഗമാണ്. അത് ചെയ്യുവാൻ പഠിപ്പീൻ എന്ന് രാജാക്കന്മാരോട് പറയുകയാണ്. രണ്ടാമത്തെ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും, രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വചനം വായിച്ചാട്ടെ. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് എന്ത്? നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞുകളക. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്തു, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. ഞാൻ പറഞ്ഞ വചനം അവിടെ ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. 3-ാമത്തെ സങ്കീർത്തനമാണോ?
രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പീൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവീൻ. ആമേൻ. ഞാൻ അത് വായിക്കണ്ട, എന്നാൽ ഞാൻ പറഞ്ഞു വരുന്ന സാധനം, ഭൂമിയിലെ രാജാക്കന്മാർ ബുദ്ധി പഠിക്കണം, ദൈവത്തിൻ്റെ ഉപദേശം കൈക്കൊള്ളണമെന്നാണ് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. ഇവിടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1:26-27 വചനം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, ഞാൻ നിന്റെ ന്യായാധിപന്മാരെ ആദിയെങ്കിൽ എന്ന പോലെയാക്കും. ഹല്ലേലൂയ. ഞാൻ നിന്റെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1:26-27 വചനമാണ്, ഞാൻ നിന്റെ ന്യായാധിപന്മാരെ ആദിയെങ്കിൽ എന്ന പോലെയാക്കും. ഹല്ലേലൂയ. ഞാൻ നിന്റെ ന്യായാധിപന്മാരെ, ആമേൻ. ന്യായാധിപൻ ഇപ്പോൾ രാജാക്കന്മാരുടെ കാലത്ത്, ഹല്ലേലൂയ, രാജാക്കന്മാരാണ് ഭരിക്കുന്നത്. അത് രാജനിയമപ്രകാരം അവർ ഭരിക്കുന്നുണ്ട്. എന്നാൽ ദൈവം പറയുന്നത്, ഞാൻ ഈ കാലത്തെ മാറ്റി, ഹല്ലേലൂയ, പിന്നെയും ആമേൻ, ഞാൻ നിന്റെ ന്യായാധിപന്മാരെ, എനിക്ക് വേണ്ടി ന്യായപാലനം ചെയ്യുന്നവരെ ആദിയിൽ എന്ന പോലെയാക്കും. ആദിയിൽ എന്ന് പറയുന്നത് എന്താണ്? ശമൂവേലിൻ്റെ കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. ശമൂവേലിൻ്റെ കാലത്ത്, ന്യായാധിപന്മാരുടെ കാലത്തെ കുറിച്ചാണ് പറയുന്നത്. ആ കാലത്തെ പോലെയാക്കും. അന്ന് ന്യായവും നീതിയൊക്കെയും, ഹല്ലേലൂയ, ഭൂസീമവാസികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ആ കാലത്തെ പോലെ ആക്കും, ന്യായവും നീതിയും ഉള്ള കാലം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദരിദ്രനോട് കരുണ കാണിക്കുന്ന കാലം. ആമേൻ. ഹല്ലേലൂയ. ബലഹീനനെ താങ്ങുന്ന കാലം, ഉൾക്കരുത്തില്ലാത്തവരെ ശക്തിപ്പെടുത്തുന്ന കാലം, ക്ഷീണിച്ചിരിക്കുന്നവരെ ആമേൻ ആമേൻ അവരെ ആമേൻ താങ്ങി നടത്തുന്ന കാലം. ദൈവം അന്ന് കർത്താവ് ഭരണം ചെയ്യുന്ന കാലം. ആ കാലത്തെ പോലെ ആക്കുമെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1:26-27 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2:2 മുതൽ 3-4 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. അനേക വംശങ്ങളിൽ ചെന്ന വരുവിൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക്. അവിടെ പറയുന്നത് അന്ത്യകാലത്തിൽ. സ്തോത്രം. പല പല കാലങ്ങളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ മേൽ, ന്യായാധിപന്റെ മുമ്പേ മനസാക്ഷിയുടെ കാലം ഉണ്ടായിരുന്നു. അതിനു മുമ്പേ ചില കാലങ്ങളൊക്കെ ഉണ്ടായി, അതിനെ ഞാൻ പറയുന്നില്ല. മനസാക്ഷിയുടെ കാലം, ന്യായാധിപന്റെ കാലം, രാജാക്കന്മാരുടെ കാലം, ഇത് കൃപയുടെ കാലമാണ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇവിടെ എന്താ വായിച്ചെന്താണ്? എന്താ വായിച്ചത്? അന്ത്യകാലത്തിൽ യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. സകല ജാതികളും ഒഴുകിച്ചെല്ലും. അവിടെ ചെല്ലും. അനേക വംശങ്ങളിൽ ചെന്ന് വരുവിൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പറയും. ആമേൻ. മതി. സ്തോത്രം. ഇവിടെ യെശയ്യാ പ്രവാചകനിലൂടെ പറയുന്നൊരു കാര്യമാണ്, അന്ത്യകാലത്തിൽ ഇതൊരു അന്ത്യകാലമാണ്. ആമേൻ. ഇതിന്റെ മുൻകാലങ്ങളിലെല്ലാം ചെതറിയവര്, ആമേൻ, പല രാജാക്കന്മാരുടെ കാലത്തൊക്കെ ചെതറിയവര്, ദൈവസന്നിധിയിൽ നിന്നൊക്കെ ഓടിപ്പോയവര്, ക്ഷീണിച്ചു പോയവര്, പിന്മാറ്റം പോയവരൊക്കെയും ആമേൻ മടങ്ങി വരുന്നൊരു കാലഘട്ടത്തിന് നടുവിലാണിത്. എല്ലാവരും മടങ്ങി വരുമെന്നാണ്. ഹല്ലേലൂയ. അനേകര് രാജഭരണ നിമിത്തം ഓടിപ്പോയിട്ടുണ്ട്. രാജസന്നിധിയിൽ നിന്ന് ഓടിപ്പോയിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അന്ത്യകാലത്തിൽ ആമേൻ ദൈവം വീണ്ടും ഭരണം ചെയ്യുമ്പോൾ, ദൈവം പറയുന്ന മുന്നിലൂടെ പറഞ്ഞു, ഞാൻ ശമൂവേലിന്റെ ന്യായാധിപന്റെ കാലത്തെ പോലെ ആക്കും ഈ അന്ത്യകാലം. അപ്പോൾ അനേകര് ദൈവസന്നിധിയിൽ വീണ്ടും കടന്നു വരുമെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്നതാണ്, അവിടെ വായിക്കുമ്പോൾ അവിടെ സിയോനിൽ നിന്ന് ഉപദേശവും യെരുശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടുമെന്നാണ് അന്ത്യകാലത്തിൽ. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 2 മുതൽ 4 വരെ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്.
ദൈവം ആമേൻ ആമേൻ അന്ത്യകാലത്തിൽ സിയോനിൽ നിന്ന്, ആ വചനം വായിച്ചാൽ, സിയോനിൽ നിന്ന് ഉപദേശവും യെരുശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യുമെന്ന് ദൈവത്തിന്റെ വചനം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലർക്കും ന്യായം ലഭിക്കാതെ പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ കാലഘട്ടത്തില് ലഭിക്കാതെ പോയ ന്യായവും വിധിയും, ലഭിക്കാതെ പോയവർക്ക് ന്യായമായ വിധിയും ബഹുവംശങ്ങൾക്ക് വിധിയും കൽപ്പിച്ച് കിട്ടുമെന്നാണ് ദൈവവചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ജാതികളുടെ ഇടയിൽ ന്യായ വിധിയും ബഹുവംശങ്ങൾക്ക് വിധിയും കൽപ്പിക്കും എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അത് ആമേൻ ന്യായമായ വിധി. ആമേൻ. ഹല്ലേലൂയ. ഈ ന്യായമായ വിധിയെക്കുറിച്ച് ദൈവസഭയ്ക്ക് വേണ്ടുന്നത്, ഹല്ലേലൂയ, മുറിഞ്ഞവരും മുറിവേറ്റവരും ചതഞ്ഞവരും ഓടിപ്പോയവരും ചെതറിപ്പോയവരും ആയുള്ള ദൈവത്തിൻ്റെ ജനത്തിന് ലഭിക്കേണ്ട ന്യായം, വിധി, ഹല്ലേലൂയ, അതിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ പോകേണ്ടി വരും. അവിടെ ആ ന്യായമായ വിധിയെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. വിധിയും ആമേൻ ആ വിധിയെക്കുറിച്ച് കൽപ്പിച്ചിരിക്കുകയും ചെയ്തിരുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ വച്ചാണ് ദൈവം തൻ്റെ ജനത്തിന് വീണ്ടെടുപ്പിലൂടെ, അപ്പോസ്തലന്മാരിലൂടെ, ശിഷ്യന്മാരിലൂടെ തൻ്റെ വിധിയെ പ്രസിദ്ധമാക്കുന്നത്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 1:15 ഹല്ലേലൂയ 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ അവിടെ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ന്യായവും വിധിയും. പ്രൈസ് ദി ലോർഡ്. യഹൂദയിൽ നിന്ന് ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികൾ 15:16 വായിച്ചായിട്ട്, അനന്തരം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിന്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും. മനുഷ്യരിൽ ശേഷിച്ചവരും എന്റെ നാമം വിളിച്ചിരിക്കുന്ന സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കും എന്നിത് പൂർവ്വകാലം മുതൽ അറിയിക്കുന്ന കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ ജാതികളിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവരെ നാം അസഹ്യപ്പെടുത്താതെ. ആമേൻ. അവിടെ പറയുന്നത് ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും. അവിടെ പറയപ്പെടുന്നത് രാജാക്കന്മാരുടെ കാലത്ത് വീണുപോയത്. ആ കാലഘട്ടത്തിൽ ആമേൻ ഉള്ളതൊക്കെ വീണുപോയി. ഹല്ലേലൂയ. അത് ആമേൻ നിവർത്തുവാൻ വേണ്ടി, കൃപയിലൂടെ നിവർത്തുവാൻ വേണ്ടി രാജാക്കന്മാരുടെ ന്യായം മോശയുടെ ന്യായപ്രമാണ പ്രകാരമുള്ള ന്യായമായിരുന്നു. ആ ന്യായമൊക്കെയും ആ കാലത്തിൽ വീണുപോയി എന്നുള്ളതാണ്. ആ പ്രമാണമാണ് രാജാക്കന്മാർ അനുഷ്ഠിച്ചു വന്ന പ്രമാണം. ആ പ്രമാണം വീണുപോയി. ആമേൻ. അങ്ങനെ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഹല്ലേലൂയ വീണുപോയ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിത് അതിൻ്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും നിവർത്തും. അത് കൃപയുടെ കാലഘട്ടത്തിലാണ് അത് നിവർത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മളിത് ഇങ്ങനെ വായിച്ച് വരുന്ന പ്രകാരം അപ്പോസ്തല പ്രവൃത്തികൾ ഹല്ലേലൂയ 15:1 മുതൽ 4 വരെ വായിക്കുമ്പോൾ അത് അവിടെ കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അതിനെ നിവർത്തുന്നത്. ആമേൻ. അതൊന്ന് വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 15:1 മുതൽ 4 വരെ. ഇവിടെ 2 തരത്തിലുള്ള മാർഗങ്ങളെ ഇവിടെ 2 തരത്തിലുള്ള മാർഗങ്ങളെയാണ് ഇവിടെ വിവരിക്കാൻ ആഗ്രഹിക്കുന്നത്. വായിച്ചാലും യഹൂദയിൽ നിന്ന് ചിലർ വന്നു നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ലെന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. മതി. സ്തോത്രം. ഇവിടെ വന്ന യഹൂദിയിൽ നിന്ന് വന്ന ചിലർ. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ പ്രവചിച്ച ഇവിടെ ആമേൻ ആരോടത്താണ്? യഹൂദിയെയും യെരുശലേമിനെയും പറ്റിയാണ് പ്രവചിച്ചത്. ഇപ്പോൾ യഹൂദിയിൽ നിന്ന് വന്നിരിക്കുന്ന ഹല്ലേലൂയ ആമേൻ ചിലർ
ആമേൻ പൗലോസിനോട് തർക്കിക്കുകയാണ്. ആമേൻ. പൗലോസിനോട് മോശെ കൽപ്പിച്ച ആചാരം ആമേൻ അനുസരിച്ച് പൗലോസ് കൃപയുടെ ശുശ്രൂഷ ആമേൻ ചെയ്തു വരുമ്പോൾ, യേശുവിൻ്റെ ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ ആമേൻ ആമേൻ യഹൂദയിൽ നിന്ന് വന്ന അല്ലെങ്കിൽ ചിലര് ആമേൻ ഇവിടെ പറയുകയാണ്. എന്താ വായിച്ചത്? മോശെ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയില്ല. മോശ കൽപ്പിച്ച ആചാരം അനുഷ്ഠിച്ചു. സ്തോത്രം. ആമേൻ. മതി. സ്തോത്രം. മോശ അവിടെ പറയപ്പെടുന്നത് ആമേൻ മോശ കൽപ്പിച്ച ആചാരം അനുഷ്ഠിച്ചില്ല എങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ലെന്നാണ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. 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 അങ്ങനെ ആ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഹല്ലേലൂയ മോശ കൽപ്പിച്ച ആചാരത്തെ അവർ പിടിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ കൃപയുടെ കാലഘട്ടത്തിലും അത് കൽപ്പിച്ചാക്കണമെന്ന് ആമേൻ മോശ കൽപ്പിച്ച ആചാരപ്രകാരം ആമേൻ കൽപ്പിച്ചാക്കണമെന്ന് പറഞ്ഞു വന്നവരോട് പൗലോസ് അന്തമില്ലാത്ത ഹല്ലേലൂയ വാദം അവരോടുണ്ടായെന്നാണ്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയുന്നത് കൃപയുടെ വിശ്വാസ പ്രമാണ പ്രകാരമുള്ള രക്ഷയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ന്യായപ്രമാണ പ്രകാരമുള്ള രക്ഷ അത് വീണുപോയി. എന്നാൽ കൃപയുടെ പ്രമാണപ്രകാരമുള്ള രക്ഷയാണ് പൗലോസ് ഹല്ലേലൂയ ഇവിടെ വിവരിച്ചു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ മാർഗം കൃപയുടെ പ്രമാണപ്രകാരമുള്ള രക്ഷാമാർഗം പൗലോസ് പറഞ്ഞു വരുന്നത്. എന്നാൽ ആമേൻ യെരുശലേമിൽ നിന്ന് വന്ന ചിലർ മോശ കൽപ്പിച്ച ആചാരം അനുഷ്ഠിച്ചാൽ മാത്രമേ രക്ഷപ്പെടുവാൻ വന്ന് യഹൂദയിൽ നിന്ന് വന്നവർ. ഹല്ലേലൂയ. ആമേൻ. ഇങ്ങനെ രണ്ട് കൂട്ടരുമായിട്ട് ന്യായപ്രമാണത്തിൻ്റെ പുരോഹിതന്മാരും ന്യായപ്രമാണത്തിൻ്റെ ഉപദേഷ്ടാക്കന്മാരും ഇവിടെ പുതിയ നിയമ കൃപയുടെ ഉപദേഷ്ടാക്കന്മാരുമായിട്ട് തർക്കമുണ്ടായിട്ട് ഈ തർക്കം പരിഹരിക്കാൻ വേണ്ടി അങ്ങനെ വലിയ തർക്കം, അല്പമല്ലാത്ത തർക്കം പൗലോസും പഴയ നിയമപ്രവാമേൻ ഹല്ലേലൂയ മോശയുടെ ന്യായപ്രമാണം അനുസരിക്കണമെന്ന് ആവശ്യപ്പെട്ടവരുമായിട്ട് വളരെ തർക്കമുണ്ടായി. എന്നാൽ ഈ തർക്കം നമുക്ക് പരിഹരിച്ച് കിട്ടണമല്ലോ. ഇതിലേതാകുന്നു ദൈവഹിതം, ദൈവിക മാർഗം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതിന് ആമേൻ അവർ ഓടിയാലോചിച്ച് നമുക്ക് യെരുശലേമിൽ ആമേൻ അപ്പോസ്തലന്മാരോടും മൂപ്പന്മാരുടെ അരികിൽ പോയി നമുക്കിതിനെക്കുറിച്ച് ആമേൻ പ്രതിപാദിക്കാമെന്ന് പറഞ്ഞ അവർ ഹല്ലേലൂയ ആമേൻ അവർ യാത്രയാകുവാനിടയിൽ തീർന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മളിവിടെ തർക്കിച്ചിട്ട് കാര്യമില്ല. യെരുശലേമിലെ മൂപ്പന്മാരും അപ്പോസ്തലന്മാരും എന്തു പറയുന്നു, ദൈവം അവരോട് എന്തു പറഞ്ഞു എന്നുള്ളതിനെ നമുക്ക് ചോദിക്കാമെന്ന് പറഞ്ഞ് അവർ ആമേൻ യെരുശലേമിലേക്ക് പോവുകയാണ്. അതിൻ്റെ ആമേൻ അപ്പോസ്തല പ്രവൃത്തി 15:5 വായിക്കുമ്പോൾ പിന്നെ അവിടെ കാണുവാൻ കഴിയുന്നു, പരീക്ഷപക്ഷത്തിൽ നിന്ന് വിശ്വസിച്ച ചിലർ എഴുന്നേറ്റ് മാനസാന്തരപ്പെട്ടവർ, സ്നാനമേറ്റവർ, മാനസാന്തരപ്പെട്ടവർ, പരിച്ഛേദനയെ കുറിച്ചാണ് പറയുന്നത്. പരീക്ഷപക്ഷക്കാർ വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റ് പരീക്ഷപക്ഷത്തിൽ നിന്ന് വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റ് അവരെ പരിച്ഛേദന കഴിപ്പിക്കുകയും മോശയുടെ ന്യായപ്രമാണം ആചരിപ്പാൻ കൽപ്പിക്കുകയും വേണമെന്ന് അവർ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മോശയുടെ ഹല്ലേലൂയ ആമേൻ പരിച്ഛേദന ഏൽപ്പിക്കുക. പഴയ നിയമപ്രകാരം പരിച്ഛേദന മാനസാന്തരത്തെയാണ് പരിച്ഛേദന എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ മാനസാന്തരം, പഴയ കാലത്ത് അത് പരിച്ഛേദന. ആ കാലത്തിൽ ആമേൻ മാനസാന്തരത്തെയാണ് പരിച്ഛേദന എന്ന് പറയുന്നത്. ഈ കാലത്തിൽ പരിച്ഛേദനയെ ഹല്ലേലൂയ മാനസാന്തരം എന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ പറയുന്നത് പരീക്ഷപക്ഷത്തിൽ നിന്ന് വിശ്വസിച്ചവർ, വിശ്വാസത്തിലേക്ക് വന്നവർ ചിലർ എഴുന്നേറ്റ് പറയുകയാണ്, ആമേൻ ഈ കാലത്തിൽ മാനസാന്തരപ്പെടുന്നവരോട്, സ്നാനമേറ്റ് കർത്താവരോട് ചേരുന്നവരോട് മോശയുടെ ന്യായപ്രമാണം ആചരിപ്പാൻ കൽപ്പിക്കുകയും വേണമെന്ന് പറയാണ്. പിന്നെയും പൗലോസും ഹല്ലേലൂയ അവരുമായിട്ട് വലിയ തർക്കമുണ്ടായിട്ട് ആമേൻ ഹല്ലേലൂയ അവർ
ആമേൻ യെരൂശലേമിലേക്ക് പോവുകയാണ് മൂപ്പന്മാരുടെ. ഞാനിത് സ്ലോ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 5:15 വചനം തന്നെയാണ് തവിടുന്ന് വായിക്കുന്നത്. വിട്ടുകളയണ്ട. 6 മുതൽ 9 വരെ വായിച്ചാലും 15 ഈ സംഗതിയെ കുറിച്ച് വിചാരിപ്പാൻ. ആമേൻ. ഈ സംഗതിയെ കുറിച്ച് ഇവിടെ 2 തർക്കം നടക്കുകയാണ്. ഹല്ലേലൂയ. 2 തരത്തിലുള്ള തർക്കം. ഒന്ന് കൃപയുടെ പ്രമാണപ്രകാരമുള്ളതും ഒന്ന് ന്യായപ്രമാണപ്രകാരമുള്ളതുമായ തർക്കം നടക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഈ ഇരുപക്ഷത്തിന്റെ തർക്കം അവിടെ വായിച്ചാലും ഈ സംഗതിയെ കുറിച്ച് വിചാരിപ്പാൻ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വന്നുകൂടി വളരെ തർക്കം ഉണ്ടായ ശേഷം പത്രോസ് എഴുന്നേറ്റ് അവരോട് പറഞ്ഞത് സഹോദരന്മാരെ, കുറെ നാൾ മുമ്പേ ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികൾ സുവിശേഷ വചനം കേട്ട് വിശ്വസിക്കണം എന്ന് നിശ്ചയിച്ചത് നിങ്ങൾ അറിയുന്നുവല്ലോ. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തതുകൊണ്ട് സാക്ഷി നിന്നു. വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ. ആമേ. ഇവിടെ പറയപ്പെടുന്നത് 2 കക്ഷികളെയും വിശ്വാസത്താൽ ഏകോപിപ്പിച്ചു എന്ന് ഇവിടെ പറയപ്പെടുന്നു. പൗലോസ് പറയാണ് 2 കക്ഷികളെയും. ആമേൻ. ന്യായപ്രമാണം ആചരിക്കുന്നവരെയും കൃപയുടെ പ്രമാണം ആചരിക്കുന്നവരെയും അനുസരിക്കുന്നവരെയും ഈ മാർഗം സ്വീകരിച്ചിരിക്കുന്നവരെയും വിശ്വാസ പ്രമാണപ്രകാരം അവരെ ആമേൻ ദൈവം ഒന്നാക്കി തീർത്തു. വിശ്വാസത്താൽ ഒന്നാക്കി തീർത്തു. അതിനോടനുബന്ധിച്ചാണ് താഴെ പറയുന്നത്. വായിച്ചാലോ അത് തുടർന്ന്. സഹോദരന്മാരെ, തുടർന്ന് വായിച്ചതിന്റെ തുടർന്ന്. ദൈവം നമുക്ക് തന്നതുപോലെ അവർക്ക് പരിശുദ്ധാത്മാവിനെ അവർക്ക് കൊടുത്തിരുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ ആമേൻ ജാതികളിൽ നിന്ന് വന്നവർക്കും കൊടുത്തു എന്ന് പറയാനിടയിൽ തീർന്നു. സാക്ഷി നിന്നു. വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും പറ്റിയിട്ടില്ല. ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം ശിഷ്യന്മാരുടെ കഴുത്തിൽ വെപ്പാൻ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്ത്? ആമേൻ. പ്രൈസ് ദി ലോർഡ്. പറയപ്പെടുന്നത് ഇവിടെ ആമേൻ കൃപയുടെ പ്രകാരം ആമേൻ കൃപയുടെ മാർഗത്തില് ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന പൗലോസിനോട് പഴയ ന്യായപ്രമാണ ഉപദേശികൾ എന്ന് ഉപദേശിക്കുകയാണ്. മോശയുടെ ന്യായപ്രമാണ പ്രകാരം കൂടെ ആമേൻ വിശ്വസിച്ച് സ്നാനമേറ്റവരുടെ മേല് മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റവരുടെ മേല് ഈ നുകം അവരുടെ മേല് വെച്ചു കൊടുക്കണം. ഈ നുകം കൂടെ ചുമപ്പിക്കണം, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ കഴിയത്തില്ലെന്ന് പരീക്ഷപക്ഷം വാദിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ പൗലോസ് പറയുന്നത് വിശ്വാസ പ്രമാണപ്രകാരം അല്ലെങ്കിൽ നമ്മളെല്ലാവരും ആമേൻ ജാതികളിൽ നിന്ന് മാനസാന്തരപ്പെട്ടവർ, സ്നാനമേറ്റവർ, വിശ്വസിച്ചവർ എല്ലാവരുടെ മേലും ദൈവം തന്റെ ആത്മാവിനെ പകർന്ന് ഏകമാക്കി. അവരും വിശ്വസിക്കുന്നു, നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ആമേൻ. പൗലോസിനെ പറയുന്നത് അവരെ അലക്ഷ്യമാക്കാതെ അവരെ വായിച്ചാലും താഴോട്ട്. ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും മോശയുടെ ന്യായപ്രമാണം പ്രകാരം ആർക്കും അത് അനുഷ്ഠിക്കുവാൻ സാധിച്ചില്ല. കർത്താവായ യേശുവിന്റെ പോയി. ആമേൻ. അത് ആ പ്രമാണപ്രകാരം അല്ലെങ്കിൽ അനുഷ്ഠിക്കുവാൻ സാധിച്ചില്ല. പിതാക്കന്മാർക്ക് നമുക്കും ചുമക്കുവാൻ കഴിയാത്ത ആ ഭാരത്തെ ഹല്ലേലൂയ ഈ കൃപയുടെ കാലഘട്ടത്തിൽ വിശ്വാസികളുടെ പുറത്ത്, ശിഷ്യന്മാരുടെ പുറത്ത്, അപ്പോസ്തലന്മാരുടെ പുറത്ത് ആമേൻ നുകം വയ്ക്കുവാൻ നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കുമോ എന്ന് ചോദിക്കുന്നു. ഹല്ലേലൂയ. കർത്താവായ യേശുവിന്റെ കൃപയാൽ രക്ഷ പ്രാപിക്കും എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ അവരും വിശ്വസിക്കുന്നുണ്ട്. ജനസമൂഹം എല്ലാം മിണ്ടാതെ ബർന്നബാസും പൗലോസും ദൈവം തങ്ങളെ കൊണ്ട് ജാതികളുടെ ഇടയിൽ ചെയ്യിപ്പിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം വിവരിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 15-16 മുതൽ 16-18 വചനം വായിച്ചാലും. അനന്തരം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിന്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും. മനുഷ്യൻ ശേഷിച്ചവരും എന്റെ നാമം വിളിച്ചിരിക്കുന്ന സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കുമെന്ന് ഇത് പൂർവ്വകാലം മുതൽ അറിയിക്കുന്ന കർത്താവ് അരുളി ചെയ്യുന്നു. അങ്ങനെ സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവർ വീണ്ടും ദൈവസന്നിധിയിലേക്ക് ദൈവം കടന്നു വരും എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 15-16-18 തന്നെ വായിച്ചത്. അതെ. അപ്പോസ്തല പ്രവൃത്തികൾ. അതെ.
അവിടെ പറയുന്നത് എന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകല ജാതികളും കർത്താവിനെ അന്ത്യകാലത്തിൽ അന്വേഷിക്കും. ആമേൻ. ഓടിപ്പോയവര്, ചാടിപ്പോയവര്, ചെതറിപ്പോയവര് കഴിഞ്ഞ കാലഘട്ടത്തില് ആമേൻ. നമ്മുടെ പെന്തക്കോസ്ത് ജീവിതത്തിലേക്ക് നോക്കിയാൽ ഹല്ലേലൂയ, ആരെങ്കിലും ആമേൻ ഇവിടെയുള്ള ആചാരങ്ങളൊക്കെ നോക്കിയിട്ട്, ആമേൻ അനുഷ്ഠാനങ്ങളൊക്കെ നോക്കിയിട്ട് ഹല്ലേലൂയ ആരെങ്കിലും പിന്മാറ്റത്തിൽ പോയാൽ, ഓ ഇന്നയാള് പിന്മാറ്റത്തിൽ പോയി, ഇന്നയാള് പിന്മാറ്റത്തിൽ പോയി, രക്ഷപ്പെടൂല. പ്രൈസ് ദി ലോർഡ്. കൃപയുടെ കാലത്താണ് പിന്മാറ്റം. ആമേൻ. കൃപയുടെ കാലത്ത് ഹല്ലേലൂയ ാണ് സ്തോത്രം. കൃപയുടെ യുഗത്തില് ആമേൻ ന്യായപ്രമാണത്തെ ഹാഡ് ചെയ്യുകയാണ്. അത് നിമിത്തമാണ് അവര് പിന്മാറ്റത്തിൽ പോകുന്നത്. പിതാക്കന്മാർക്ക് നമുക്കും ചുമക്കുവാൻ കഴിയാത്തതിന് മുഖത്തെ ആമേൻ ജനത്തിൻ്റെ മേൽ വയ്ക്കുമ്പോഴാണ് അവർ പിന്മാറ്റത്തിൽ പോകുന്നത്. ഇന്ന് നോക്കിയ, ലോകത്തിൽ നോക്കിയ എത്ര പെന്തക്കോസ്തുകാർ ഹല്ലേലൂയ ആമേൻ വീടുകളിലിരിക്കണമെന്ന് അറിയാമോ ദൈവമക്കളെ? വീടുകൾ ആമേൻ സഭകളിൽ ചെന്ന് കഴിഞ്ഞാൽ ആമേൻ മുഖഭാരം കയറ്റി വയ്ക്കുന്ന ജോലിയാണ് അവർ നടത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. രാജാക്കന്മാർക്ക് കൽപ്പിച്ചു കൊടുത്ത മുഖഭാരം എത്ര പേരിന്ന് ഓടിപ്പോയി വീടുകളിൽ ഇരിക്കുന്നറിയാം. ഇന്ന് അനേകര് പലരും കാണുമ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് സങ്കടങ്ങൾ പറയാനുണ്ട്. ആമേൻ, ഇന്ന് എൻ്റെ മകൻ ആലയത്തിൽ വരുന്നില്ല, എൻ്റെ മകള് വരുന്നില്ല. സ്തോത്രം. അനേകര് ഓടിപ്പോയി വീടുകളിലിരിക്കുകയാണ്. അവരിനി ഒരിടവും പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവരെയൊക്കെ കർത്താവ് മടക്കി വരുത്തുമെന്നാണ് ദൈവവചനം പറയുന്നത്. ഹല്ലേലൂയ. മടങ്ങി വരുന്ന വരവിൻ്റെ കാലഘട്ടം എന്നാണ് ദൈവവചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൻ്റെ 19-20 വചനം വായിച്ചാല്, ഹല്ലേലൂയ 15-19-20 അവിടെ പിന്നെ പറയുന്നത്, ജാതികളിൽ നിന്ന് ദൈവത്തിങ്കലേക്ക് തിരിയുന്നവരെ നാം അസഹ്യപ്പെടുത്താതെ അവർ വിഗ്രഹമാലിന്യങ്ങൾ, പരസംഗം. അവിടെ പറയപ്പെടുന്നത് ആമേൻ ഈ വചന കൃപയുടെ കാലത്തില് ജാതികളിൽ നിന്ന് ഹല്ലേലൂയ വേർതിരിഞ്ഞു വരുന്നവരെ നമ്മൾ അസഹ്യപ്പെടുത്തരുതെന്ന് പറയുന്നുണ്ട്. അവരെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറയുന്നുണ്ട്. മോശയുടെ ന്യായപ്രമാണം ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ അസഹ്യപ്പെടുകയാണ്. അയ്യോ, ഇത് കഠിനോപദേശം, കട്ടി ഉപദേശം. മോശയുടെ ന്യായപ്രമാണം ഒരു കട്ടി ഉപദേശമാണ് കേട്ടോ, ഘനമായ സാക്ഷ്യം. അത് നിമിത്തം അനേകര് അമേൻ ഓടിപ്പോയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവരെയൊക്കെ മടക്കി വരുത്തുന്നതാണ് ദൈവവചനം പറയുന്നത്. ആമേൻ. അവരെ അസഹ്യപ്പെടുത്താതെ, തുടർന്ന് വായിച്ചാലും, അസഹ്യപ്പെടുത്താതെ അവർ വിഗ്രഹമാലിന്യങ്ങൾ, അവര് ആചരിക്കേണ്ട ചില 4 കാര്യങ്ങൾ അവിടെ എഴുതപ്പെട്ടിട്ടുണ്ട്. പുതിയ നിയമസഭ, ദൈവത്തിന്റെ സഭ അനുഷ്ഠിക്കേണ്ട 4 കാര്യങ്ങൾ അവിടെ എഴുതപ്പെട്ടിട്ടുണ്ട്. വിഗ്രഹമാലിന്യങ്ങൾ, പരസംഗം, അത് അനുഷ്ഠിക്കേണ്ടതാണ്. വിഗ്രഹമാലിന്യങ്ങൾ, പരസംഗം, ശ്വാസം മുട്ടിച്ചത്തത്, രക്തം എന്നിവ വർജിപ്പാൻ നാം അവർക്ക് എഴുതണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. മോശയുടെ ന്യായപ്രമാണം ശബത്ത് തോറും. ആമേൻ. പൗലോസ് പറയുന്ന കൃപയുടെ പ്രമാണപ്രകാരം ഈ 4 കാര്യങ്ങളാണ് പെന്തക്കോസ്ത് ആത്മീയര് ഹല്ലേലൂയ അനുഷ്ഠിക്കുവാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, വിഗ്രഹ മാലിന്യങ്ങൾ നമ്മൾ വർജിക്കണം, പരസംഗം വർജിക്കണം, ശ്വാസം മുട്ടിച്ചത്തത് വർജിക്കണം, രക്തം വർജിക്കണം എന്നിവ ആമേൻ വർജിക്കുന്നത് നന്ന്. ഹല്ലേലൂയ. പിന്നെ അവിടെ പറയുന്നത് ആമേൻ മോശയുടെ ന്യായപ്രമാണം ആമേൻ ശബത്ത് തോറും വായിക്കുന്നവരുണ്ടല്ലോ, അതവിടെ വായിക്കട്ടെ. അവര് നിവർത്താൻ കഴിയുമെങ്കിൽ നിവർത്തട്ടെ അവിടെ. പ്രൈസ് ദി ലോർഡ്. നിവർത്തുവാൻ കഴിയാത്തതിനെ നിവർത്താൻ പറ്റുമെങ്കിൽ നിവർത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം അവിടെ ആമേൻ നമ്മൾ ആത്മീകര് ഹല്ലേലൂയ ആമേൻ നിവർത്തേണ്ടത് ഇപ്രകാരമാണ്. വിഗ്രഹമാലിന്യങ്ങൾ, ആമേൻ പരസംഗം, ശ്വാസം മുട്ടിച്ചർത്ത് എന്നിവ വർജിച്ചാൽ നന്ന്. അല്ലാതെ അധികമായ ഭാരമൊന്നും അവിടെ എഴുതിയിട്ടുണ്ടോ അത് ചുമത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് യോജന പറയുന്നുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 15-22 ചില വചനങ്ങളോട് വായിച്ച് വേഗത്തിൽ വിരാമം കൊടുക്കാം. ചില കാര്യങ്ങളെ വെളിപ്പെടുത്തുവാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് വായിച്ചു വരുന്നത്. ഈ കാര്യങ്ങൾ അപ്പോൾ തങ്ങളിൽ ചില പുരുഷന്മാരെ 22 മുതൽ 15-22. അപ്പോൾ തങ്ങളിൽ ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് പൗലോസിനോടും ബർന്നബാസിനോടും കൂടെ അന്ത്യോക്യയിലേക്ക് അയക്കണമെന്ന് അപ്പോസ്തലന്മാരും മൂപ്പന്മാരും പോകട്ടെ എന്ന് പറഞ്ഞു. കോൽക്കാർ ആ വാക്ക്
അധിപതികളോട് ബോധിപ്പിച്ചാറേ അവർ റോമാ പൗരന്മാർ എന്ന് കേട്ട് അവർ ഭയപ്പെട്ട് ചെന്ന് അവരോട് നല്ല വാക്ക് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. 15 അപ്പോസ്തല പ്രവൃത്തി 15:22 മുതൽ 24 വരെ വായിച്ചാൽ മതി. അപ്പോസ്തല പ്രവൃത്തിയിൽ 15:22 മുതൽ. പുരുഷാരവും അവരുടെ നേരെ ഇളകി, അധിപതികൾ അവരുടെ വസ്ത്രം ഊരി. അപ്പോസ്തല പ്രവൃത്തിയിൽ 15:22. അപ്പോൾ തങ്ങളിൽ ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് പൗലോസിനോടും ബർന്നബാസിനോടും കൂടെ അന്ത്യോക്യയിലേക്ക് അയക്കണമെന്ന് അപ്പോസ്തലന്മാരും മൂപ്പന്മാരും സർവ്വസഭയും നിർണയിച്ചു. സഹോദരന്മാരിൽ പ്രമാണപ്പെട്ട പുരുഷന്മാരായ ബർശബാസ് എന്ന യൂദായെയും ശീലാസിനെയും നിയോഗിച്ചു. അവരുടെ കൈവശം എഴുതി അയച്ചതെന്തെന്നാൽ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും സഹോദരന്മാരും അന്ത്യോക്യയിലും സുറിയയിലും കിലിക്കിയയിലും ജാതികളിൽ നിന്ന് ചേർന്ന സഹോദരന്മാർക്ക് വന്ദനം. ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ ചിലർ തങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു. അവിടെ പറയപ്പെടുന്നത് അപ്പോസ്തലന്മാര് കൽപ്പന കൊടുക്കാതെ ചിലർ പുറപ്പെട്ട് അനേകരെ കലക്കി കളയുന്നുവെന്ന് ദുരുപദേശങ്ങൾ പറഞ്ഞ്, പഴയ ദുരുപദേശങ്ങൾ പറഞ്ഞ് അനേകരെ കലക്കി കളയുന്നുവെന്ന് ദൈവവചനം പറയുകയാണ്. ഹല്ലേലൂയ. ഇവിടെ അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത് ഭാഗം എടുത്തോണ്ട് വന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നതാണ്, ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് അനേകരെ കലക്കി ഭയപ്പെടുത്തുന്നുവെന്ന്. ഹല്ലേലൂയ. ആ ഭാഗം വായിച്ചാലും, ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളെ വാക്കുകളാൽ ഭ്രമിപ്പിച്ചു, നിങ്ങളുടെ ഹൃദയങ്ങളെ കലക്കി കളഞ്ഞു കേൾക്കൊണ്ട് ഞങ്ങൾ ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്തു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിനു വേണ്ടി പ്രാണത്യാഗം. അവിടെ പറയപ്പെടുന്നത് രണ്ടിനെയും കൃപയെയും ന്യായപ്രമാണത്തെയും തമ്മിൽ ഇടകലർത്തി രണ്ടിനെയും വെച്ച് ഇടിപ്പിക്കുകയാണ്. രണ്ടും കൂടി ഇടിച്ചു കഴിഞ്ഞാൽ വീണതും നിവർന്നു നിൽക്കുന്നതും, ചത്തതും മരിച്ചതും ജീവനുള്ളതിനെയും. പഴയ കാലഘട്ടം മരിച്ച കാലഘട്ടമാണ്. അത് പാപമായി തീർന്ന കാലഘട്ടമാണ്. ആ പ്രമാണപ്രകാരം സർവരും പാപികളായി തീർന്ന കാലഘട്ടമാണ്. ഹല്ലേലൂയ. ആ പാപത്തിൽ നിന്ന്, ആ വീഴ്ചയിൽ നിന്ന്, ആ താഴ്ചയിൽ നിന്ന്, ആ മരണത്തിൽ നിന്ന് ഉയർത്തുവാൻ വേണ്ടിയാണ് കർത്താവ് ലോകത്തിൽ വന്നത്. അവന്റെ സുവിശേഷമാണ് പൗലോസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ആമേൻ, ലോകത്തിലെ ആചാര്യന്മാര് ഹല്ലേലൂയ ആമേൻ എന്ന് പറയുന്ന ആ വീണതിനെയും കൂടെ എടുത്ത് ഇതിനകത്ത് നിവർത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. രണ്ടിനെയും കൂടി ചേർത്ത് ആമേൻ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഒന്നുകിൽ ഉഷവാനായിരിക്കും, അല്ലെങ്കിൽ ശീതവാനായിരിക്കണം. രണ്ടും കെട്ടവനാകും. ഒന്നുകിൽ കൃപയുടെ കാലഘട്ടത്തിൽ, കൃപയ്ക്ക് വേണ്ടി കൃപയുടെ കാലഘട്ടത്തിൽ ആമേൻ കൃപയുടെ പ്രമാണം പ്രസംഗിക്കണം, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിനു വേണ്ടി വാദിക്കണം. മോശയുടെ ന്യായപ്രമാണപ്രകാരം രക്ഷപ്പെടുവാൻ കഴിയുമെങ്കിൽ അതിനുവേണ്ടി അതിനുവേണ്ടി വാദിക്കുകയാണ്. പക്ഷേ അത് വീണുപോയ പ്രമാണമാണ്. അത് അവരെല്ലാവരും കൃപയിലേക്ക് വരണം. ഹല്ലേലൂയ. കൃപയിലൂടെ ഹല്ലേലൂയ നന്മ പ്രാപിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അവരത് തിരിച്ചറിയാതെ, ദൈവാത്മാവ് എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ അതവർ തിരിച്ചറിയാതെയാണ് അവർ വാദിക്കുന്നത്. കൃപയുടെ ന്യായപ്രമാണപ്രകാരം ന്യായപ്രമാണത്തിന് അതിരുവരമ്പുണ്ട്. പക്ഷെ കൃപയുടെ പ്രമാണത്തിന് അതിരുവരമ്പില്ല കേട്ടോ. അത് ദാനങ്ങളാലാണ്, അത് നിർവചിക്കുവാൻ കഴിയാത്തതാണ് കൃപയുടെ പ്രമാണപ്രകാരമുള്ളത് രക്ഷ. പ്രൈസ് ദി ലോർഡ്. ന്യായപ്രമാണപ്രകാരമുള്ളത് അതിരുവരമ്പുണ്ട്. അതിരുവരമ്പുള്ളതിനേക്കാൾ ഉപരിയാണ്, വലുതാണ് കൃപയുടെ പ്രമാണപ്രകാരമുള്ള രക്ഷ. ആ രക്ഷയിലൂടെ മാത്രമേ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാൻ സാധ്യമുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. രണ്ടിനെയും കൂട്ടിപ്പിടിച്ചാൽ രണ്ടും കെട്ടവൻ വെള്ളത്തിൽ വീഴും. കടലിലും കരയിലുമായി പോയാൽ ഇടയിൽ വീണ് മരിക്കുവാൻ, നഷ്ടപ്പെടുവാനിടയിൽ തീരും. ഹല്ലേലൂയ. സ്തോത്രം. തുടർന്നുള്ള വചനം വായിച്ചാൽ അവിടെ വായിച്ചത് അവിടെ തന്നെ പുറപ്പെട്ട് നിങ്ങളെ വാക്കുകളാൽ ഭ്രമിച്ചത് തങ്ങളുടെ ഹൃദയങ്ങളെ കലക്കിക്കളഞ്ഞു എന്ന് കലക്കിക്കളയുന്ന ലോകത്തിലുണ്ട് കേട്ടാ. അനേകർ അങ്ങോട്ട് വാ, ഇവിടെ വാ, അവിടെ വാ, ഇവിടെ വാ എന്ന് പറഞ്ഞ് കലക്കിക്കളയുന്ന, അനേകരെ ഭീതിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന
ഞാൻ മുമ്പേ ഒരു സഭയ്ക്കകത്തിരുന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ഈ കലക്കാണ് നടന്നുകൊണ്ടിരുന്നത്. കലങ്ങൾ വെള്ളത്തിൽ മീൻ പിടിക്കുന്ന കലക്ക് രണ്ടിനെയും കൂടി ഇടിച്ച് ഏത് ശരി ഏതാണ് തെറ്റ് ലോകം നോക്കുമ്പോൾ വാരി വാരി വിളമ്പുന്നുണ്ട്. ഒരു സാമ്പാറിന്റെ പരുവത്തിൽ, അവിയലിന്റെ പരുവത്തിൽ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടിട്ടുണ്ട്. നമ്മൾ ഇതിനെ പേടിച്ചു പോകും കേട്ടോ, ഏതാ എന്താണെന്ന്. പ്രൈസലോ അനേകർ ഓടിപ്പോവാൻ ഇവിടെ തീരും. പ്രൈസലോട് ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ പോയാൽ നമ്മൾ നാശത്തിലേക്ക് പോകാനിടയിൽ തീരും. അതിൻ്റെ 30 വായിച്ചാലും 30 അല്ല 30 മുതൽ അങ്ങനെ അവർ വിടവാങ്ങി അന്ത്യോക്യയിൽ ചെന്ന് ജനസമൂഹത്തെ കൂട്ടിവരുത്തി ലേഖനം കൊടുത്തു. അവർ ഈ ആശ്വാസവചനം വായിച്ച് സന്തോഷിച്ചു. ആമേൻ. അവിടെ പറയുന്നത് ഈ ആശ്വാസവചനം. ആമേൻ. ഹല്ലേലൂയ. ജാതികളിൽ നിന്ന് വിശ്വസിക്കുന്നവർ അവരെ അലക്ഷ്യപ്പെടുത്താതെ അവർ വിഗ്രഹ മാലിന്യങ്ങൾ, ആമേൻ, എന്തൊക്കെ വർജിക്കണമെന്ന് പറഞ്ഞു? പരസംഗം. ആമേൻ. 4 കാര്യങ്ങൾ വർജിച്ച്, ആമേ, അതുകൊണ്ട് അങ്ങനെ വർജിച്ചു വരുന്നവർ നമ്മൾ അസഹ്യപ്പെടുത്താതെ അവർ വിശ്വാസികളായിട്ട് നമ്മൾ പരിഗണിച്ച് മുൻപോട്ട് കൊണ്ടുപോകും. ആമേൻ. ദൈവിക പ്രകാരം, പ്രൈസലോട്, ദൈവിക മാർഗപ്രകാരം മുമ്പോട്ട് പോകുന്നതാണ് പൗലോസ് പറയുന്നത്. പ്രൈസലോട്. പിന്നെയും അവിടെ അതിന് 35 വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. എന്നാൽ ഈ വചനങ്ങൾ വായിച്ച് അവിടെ സന്തോഷിച്ചു. ഈ ആശ്വാസ വചനങ്ങളെ വായിച്ച് സന്തോഷിച്ചു എന്നാണ് ആമേൻ 15-ന്റെ 30-31 വചനങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ. അവിടെ സഭയ്ക്ക് വലിയ സന്തോഷമുണ്ടായെന്നാണ് ഈ പൗലോസ് പറഞ്ഞ ഹല്ലേലൂയ. കൃപയുടെ പ്രമാണപ്രകാരമുള്ള ഈ കൃപയുടെ മാർഗത്തെക്കുറിച്ച് കേട്ടിട്ട് സഭയ്ക്ക് സന്തോഷമുണ്ടായി എന്നുള്ളതാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം, ആമേൻ, ആ സഭ സന്തോഷിച്ചു എന്നാണ്. ആമേൻ. പിന്നെയും 2 വചനം കൂടി വായിച്ച് വേഗത്തിലേക്ക് ഞാൻ കൊടുക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ മാത്രമേ ഞാൻ പറഞ്ഞു വന്ന സാരാംശം അത് തികച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. അതിന് 35 വായിച്ചാലും കുറെ നാൾ കഴിഞ്ഞിട്ട് പൗലോസ് ബർന്നബാസിനോട് നാം കർത്താവിന്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെ ഇരിക്കുന്നുവെന്ന് നോക്കുക എന്ന് പറഞ്ഞു. മർക്കോസ് എന്ന യോഹന്നാനെയും കൂട്ടി പോകുവാൻ ബർന്നബാസ് ഇച്ഛിച്ചു. പൗലോസും പംഫൂല്യയിൽ നിന്ന് തങ്ങളെ വിട്ട് സ്തോത്രം. 16-ന്റെ 4-5 വചനം വായിച്ചാലും അവർ പട്ടണം തോറും ചെന്ന് യെരുശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർ കേൾപ്പിച്ചു കൊടുത്തു. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്യും. ആമേൻ. അങ്ങനെ ഇപ്പറം പുതിയ ദൈവസഭയുടെ ആമേൻ വളർച്ചയും പ്രകാരം എന്ന് പറഞ്ഞ യെരുശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച വിധിയുടെ നിർണയം അവിടെ പരസ്യം ചെയ്യുവാനും അതനുസരിച്ച് ജനം മുൻപോട്ട് പോകണമെന്ന് അവിടെ സ്തോത്രം വിധിപ്പാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ പറഞ്ഞ പ്രകാരം, യെശയ്യാ പ്രവാചകൻ 2-ന്റെ 2 മുതൽ 4 വരെ പറഞ്ഞ പ്രകാരം അവിടെ എന്താ പറഞ്ഞത്? എന്താ ദൈവസ്യ വായിച്ചാലും ഒന്ന് വിരാമത്തിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. 2-ന്റെ 2 മുതൽ 4 വരെയുള്ള അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. അനേക വംശങ്ങളും ചെന്ന് വരുവിൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യുമെന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരുശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും, ആമേൻ, ജാതികൾ നേരോടെ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. സ്തോത്രം. ആ വചനത്തെ നിവർത്തിക്കുവാൻ വേണ്ടി ഇത്ര ദൂരം വന്നത് ദൈവമക്കളെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എന്താ എഴുതിയ ലാസ്റ്റ് വചനത്തായി വായിച്ചത്? അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. ഇവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 16-ന്റെ 4 മുതൽ 5 വരെ വായിക്കും. 4-5 വായിക്കുമ്പോൾ അവിടെ കാണും, അവിടെ വിധി പുറപ്പെടുകയാണ്. ദൈവമക്കൾക്കുള്ള വിധി. ആ വിധി പ്രകാരമാണ് പോകേണ്ടത്. ആമേൻ. രാജാക്കന്മാർ പീഡിപ്പിക്കാനുള്ളതല്ല ദൈവമക്കള്. ഹല്ലേലൂയ. ആമേൻ. ദൈവപ്രകാരം കൃപയാല്
വിശ്വാസത്തിൽ ആമേൻ നമ്മൾ നിലനിൽക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വിരാമത്തിലേക്ക് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ കർത്താവേ, ഈ വചനം ഒന്നുകൂടി ആ വചനം ലാസ്റ്റ് വചനം വായിച്ചങ്ങ് നിർത്താം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 16:4 മുതൽ 4-5. ഞാൻ പട്ടണം തോറും ചെന്ന് യെരുശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കുന്നു. യെരുശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച വിധി. ഹല്ലേലൂയ. വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടത് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും എണ്ണത്തിൽ ദിവസേന വരികയും ചെയ്തു. അങ്ങനെയാണ് ദൈവസഭ വരുന്നത്. അല്ല രാജാക്കന്മാരുടെ പിടിവലി കൊണ്ട് ഇവിടെ ഒന്നും പറയില്ല. ആമേൻ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്ന അന്ത്യകാലത്തിൽ എത്ര പേര് വിശ്വാസം കണ്ടെത്തും. വിശ്വാസ പ്രമാണമോ ആമേൻ ന്യായപ്രമാണം അവിശ്വാസ പ്രമാണമോ കാലിൽ ഏത് നിലനിൽക്കും? വിശ്വാസ പ്രമാണം നിലനിൽക്കുമോ? ആമേൻ ന്യായപ്രമാണം നിലനിൽക്കുമോ? അത് അവിശ്വാസ പ്രമാണമായി മാറി. അവിശ്വാസ പ്രമാണത്തെ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ആമേൻ മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കുന്നവൻ്റെ മേല് പരിച്ഛേദന ഏൽക്കുന്നവൻ്റെ മേല് പിന്നെയും ചുമത്തണമെന്നാണ് ന്യായപ്രമാണ ഉപദേശിക്കുന്നത്. അത് തന്നിമിത്തം ഇന്ന് അനേക സഭകൾ ആമേൻ ഉടഞ്ഞ് ഹല്ലേലൂയ കണ്ണീര് കൈയുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്ത് സഭയ്ക്കകത്ത് ആളില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ദുരുപദേശങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് അത് കിട്ടും, നിങ്ങൾ സ്തോത്രം ഹല്ലേലൂയ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ ഉയർച്ച കള്ളപ്രവചനങ്ങൾ പറഞ്ഞ് അത് കിട്ടും. ഇന്ന് ഞാൻ തുടങ്ങിയപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. രക്ഷയെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. ആമേൻ. രക്ഷയുടെ ഹല്ലേലൂയ ആമേൻ സന്ദേശമാണ് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. രക്ഷാമാർഗത്തെക്കുറിച്ചാണ്. ആമേൻ. ഇത് സ്തോത്രം ഞാൻ ഇങ്ങനെ പെട്ടെന്ന് എനിക്ക് ദൈവാത്മാവ് തന്ന ഒരു ആലോചനയാണ്. ഇതൊരുപാട് പഠിക്കാനുണ്ട്, ആഴമായി പഠിക്കാനുണ്ട് ഈ കാര്യങ്ങൾ. ആമേൻ. പിന്നെ ഈ അനുവദിക്കുകയാണെങ്കിൽ പ്രൈസ് ദി ലോർഡ് പിന്നെ ആഴമായിട്ട് പഠിക്കാൻ നമുക്കിത് കഴിയും. ദൈവസഭ ഇത് മനസ്സിലാക്കാതിരുന്നാൽ ഹല്ലേലൂയ നമ്മൾ അവിടെയും കാണൂല, ഇവിടെയും കാണൂല. സ്വർഗത്തിലും കാണൂല, ഇവിടെയും കാണില്ല. ഇവിടെയും രക്ഷപ്പെടില്ല, അവിടെയും രക്ഷപ്പെടില്ല. യേശു ഇപ്രകാരമുള്ള നമ്മളെ മുൻപ് വഴി നടത്തിയവരെ കുറിച്ച് എന്താ പറഞ്ഞത്? ശാസ്ത്രിമാരും പരീക്ഷന്മാരും ഒരുവനെ മതത്തിൽ ചേക്കാൻ വേണ്ടി കടലും കരയും ചുറ്റി കൊണ്ടുവന്നതിന് ശേഷം അവനെ ഇരട്ടി നരക യോഗ്യമാക്കി തീർക്കുന്നു. പഴയ പ്രമാണങ്ങളൊക്കെ പറഞ്ഞ്, പഴയ ആചാരങ്ങളൊക്കെ പറഞ്ഞ്, പഴയ അനുഷ്ഠാനങ്ങളൊക്കെ പറഞ്ഞ്, മോശയുടെ ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകളെയൊക്കെ പറഞ്ഞ് പ്രൈസ് ദി ലോർഡ് ദുർബലപ്പെടുത്തുന്നത് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അതേ കർത്താവ് ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ അടിയന് നൽകിയ രാത്രി കാലത്തിൽ നൽകിയ ആലോചനയെ കർത്താവെ ആമേൻ ആമേൻ തൻ്റെ ജനത്തിന് തൻ്റെ മക്കൾക്ക് കൈമാറി. അവർ എപ്രകാരം അത് സ്വീകരിച്ചു, എപ്രകാരം മനസ്സിലാക്കിയെന്ന് അറിയില്ലെങ്കിലും കർത്താവ് എല്ലാം അറിയുന്നുവല്ലോപ്പാ. യേശുവേ, അങ്ങ് ഞങ്ങളോട് ഇതുവരെ സംസാരിച്ചതിന് നന്ദി കർത്താവേ. ഇനി ഞങ്ങളോട് സംസാരിക്കണമേ അപ്പാ. യേശുവേ, അങ്ങയുടെ കരത്തിൽ മുഴുവൻ പേരെ ഏൽപ്പിച്ച് തരികയാണ്. ആമേൻ ആമേൻ. യേശുവിൻ്റെ കാലഘട്ടത്തിൽ, യേശു ഈ ലോകത്തിൽ ആമേൻ ശുശ്രൂഷിച്ച കാലഘട്ടത്തിൽ അനേകർ രാജാക്കന്മാരുടെ കാലത്തിൽ കുഴഞ്ഞവർ, ചിന്നിയവർ, ചിതറിയവർ അനേകർ യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു അവരെ തൊട്ട് സൗഖ്യമാക്കി. യേശു അവരെ കണ്ടിട്ട് ഇടയിലില്ലാത്ത ആടുകളെ പോലെ കണ്ടിട്ട് ചിന്നിയവരും ചിതറിയവരുമായി കണ്ട് മനസ്സലിഞ്ഞു. ഈ ജനത്തോട് കർത്താവേ കഴിഞ്ഞ നാളുകളിൽ ആമേൻ ചിന്നിയവരായിരുന്നു, ചിതറിയവരായിരുന്നു കർത്താവേ ഞങ്ങൾ ഓരോരുത്തരും. യേശുവേ, ഇന്ന് അങ്ങ് ഞങ്ങളുടെ ഈ ആലയത്തിൽ കൊണ്ടുവന്ന് ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തിയല്ലോ അപ്പാ. നന്ദി പറയണപ്പാ. ഞങ്ങൾ ഈ ആലയത്തിൽ, ഈ സഭയിൽ ഈ ഉപദേശപ്രകാരം പൗലോസ് പറഞ്ഞ ഈ രക്ഷാമാർഗത്തെക്കുറിച്ച് കേട്ട് ഞങ്ങൾ ഗ്രഹിച്ച് രുചിച്ച് കർത്താവിനെ അനുഗമിപ്പാൻ വിശ്വാസത്തിൽ ദിനം പ്രതി ആമേൻ സഭകൾ വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം, ഞങ്ങളെ വിശ്വാസം വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം അങ്ങിടയാക്കണമപ്പാ. യേശുവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു തരികയാണ്. ഈ സന്ദേശം കേട്ട മുഴുവൻ മക്കളെയും കർത്താവ് അനുഗ്രഹിച്ചാലും അബ്രഹാമിൻ്റെ അനുഗ്രഹം, കർത്താവ് അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. ആ അനുഗ്രഹം, ഇസഹാക്കിൻ്റെ അനുഗ്രഹം, യാക്കോബിൻ്റെ അനുഗ്രഹം, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. വിശ്വാസികൾക്ക് പകർന്നിരിക്കുന്ന അനുഗ്രഹം മുഴുവൻ പേരുടെയും പേരിൽ കർത്താവ് അനുഗ്രഹിച്ചാലൊപ്പ എല്ലാവരെയും അങ്ങ് നടത്തിയാലും ഇന്ന് പകൽക്കാലത്തിൽ വിരാമത്തിലേക്ക് ചെല്ലുകയാണ്. ഒന്നുകൂടെ അനുഗ്രഹിച്ചാലും മാനവമകത്ത് പോഴ്ച എല്ലാം അങ്ങേക്ക് തരുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ.
നിൻ യാഗത്താലേ